എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് സോയ. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന സ്ഥലത്താണ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം, ഇന്നലെ പ്രസാദ് സാറിന്റെ മകളുടെ കല്യാണമാണ്. അത് കഴിഞ്ഞ് പുലർച്ചെ 4 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പം സാറിനോട് ഞാൻ പറഞ്ഞ വാക്ക് അത് പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുന്നിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ താമസം. ബിസിനസിന്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് മലപ്പുറം ഒരു ഭാഗത്താണ് ഇപ്പം ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ഞങ്ങളൊക്കെ വിജയിക്കണം, ഈ ഒരു അവസരത്തിലൂടെ വിജയിക്കണം എന്ന് തീരുമാനിച്ച് ശക്തമായി ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു കൊച്ചു വെളുപ്പാൻ കാലത്ത് എല്ലാവരും പങ്കാളിത്തം കൊണ്ട് ഈ ഒരു ഗൂഗിൾ മീറ്റ് വളരെ ധന്യമാക്കിയിരിക്കുന്നു. എന്തായാലും നിങ്ങളിൽ ഒരാളാവാൻ ഈ ഒരു ദിവസം എനിക്കും പറ്റിയതിൽ ഞാൻ സർവശക്തനായ ദൈവത്തിന് മുന്നിൽ എൻ്റെ ദീർഘമായ നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യൊപ്പ് കിട്ടിയ ഒരു അവസരമാണ്. ഞാനും നിങ്ങളും ഒക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഒരുമിച്ച് ഈ ഒരു വെർച്വൽ മീറ്റിൽ ഒരുമിച്ചിരിക്കാൻ തന്നെ ആയ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളിലൂടെ മറ്റു പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ദൈവമായിട്ട് നിയോഗിച്ച വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു അവസരം ഒരു ഒരു സാധാരണഗതിയിൽ ഒരാളുടെ കൈകളിലേക്ക് എത്തിപ്പെടില്ല. എത്തിപ്പെട്ടാൽ തന്നെ അത് ആ ഒരു ലെവലിൽ അവിടെ നിർത്താൻ ആ വ്യക്തിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ബിസിനസ് അവസരം നേരത്തെ 1-2 പ്രാവശ്യം എൻ്റെ കയ്യിൽ വന്ന് തട്ടിത്തെറിപ്പിച്ചതുപോലെ പോയതാണ്. പക്ഷെ മൂന്നാമതും ഈ ഒരു അവസരം എൻ്റെ കൈകളിലേക്ക് എത്തിപ്പെട്ടു. വിദ്യാഭ്യാസം PG ഒക്കെ കഴിഞ്ഞു ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരുന്നു ഒരു ജോലി, ഒരു വരുമാനം, കുടുംബത്തിലേക്ക് ഒരു വരുമാനം നമ്മളിലൂടെ എത്തിപ്പെട്ടാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് ചിന്തിക്കുന്നത്. കാരണം ബാധ്യതയുണ്ടായിരുന്നു, കുട്ടികള്, ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ GTSകളിലൊക്കെ പറയുന്നത് പോലെ ജീവിതത്തിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനായിട്ട് എന്തെങ്കിലും ചെയ്താൽ കുടുംബത്തിന്റെ ഗതി ഒന്ന് മാറ്റിമറിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചൂടെ എന്ന് ചിന്തിച്ചു. കാരണം വരുമാനം അത്യാവശ്യമായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ജോലിക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭർത്താവിന് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് കുട്ടികളെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി എന്നൊരു കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ അങ്ങനെ നോക്കിയാൽ പണത്തിന് പണം തന്നെ വേണമെന്ന് പല സാഹചര്യങ്ങളും അനുഭവം കൊണ്ട് പഠിപ്പിച്ചു തന്നു. അപ്പൊ ജോലിക്ക് വേണം എന്ന് ഞാൻ വാശി പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഇത്രേ പറഞ്ഞുള്ളൂ, എന്റെയും കുട്ടികളുടെയും കാര്യം അതെങ്കിലും എനിക്ക് നിങ്ങളെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ജോലി അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ജോലിക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലയിൽ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവണമെന്നില്ല. എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് അറിഞ്ഞത്. അവിടെ ഉള്ളത് സെക്രട്ടറി പോസ്റ്റാണ്, 3 ബിൽ കളക്ടർ പോസ്റ്റാണ്. അപ്പൊ ഒരു കോപ്പറേറ്റീവ് വനിതാ ബാങ്ക് ആയിരുന്നു. ആ സെക്രട്ടറി പോസ്റ്റിലേക്ക് എന്നെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപയാണ് അവർ കൊളാറ്ററൽ സെക്യൂരിറ്റി ചോദിച്ചത്. അത് കൊടുക്കാൻ വീടെടുത്ത് കടമൊക്കെ നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയം 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു കീറാമുട്ടിയായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ അതപ്പോ പറ്റാത്തത് കൊണ്ട് പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ബിൽ കളക്ടർ ആണ്. അപ്പം ആ ബിൽ കളക്ടറുടെ ജോലി തെരഞ്ഞെടുക്കും, അത് മാത്രമായിരുന്നു അപ്പോഴത്തുള്ള എൻ്റെ ഒരു വഴി. അങ്ങനെ ബിൽ കളക്ടറുടെ ജോലി സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ അത് എന്നെ ബാങ്കിന്റെ ഡയറക്ടർമാർക്ക് അത് എനിക്ക് ബിൽ കളക്ടറായിട്ട് തിരഞ്ഞെടുക്കാൻ അവർ ഒരുപാട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ബിൽ കളക്ടർ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്, കാരണം എനിക്കിപ്പോ വരുമാനം അത്യാവശ്യമാണ്. എന്തായാലും അവിടെ ഒരു പോസ്റ്റ് വരികയാണെങ്കിൽ തീർച്ചയായും എന്നെ നിയോഗിക്കുമല്ലോ എന്ന ആ ഒരു ഉറപ്പിന്റെ മേലെ ഞാൻ ബിൽ കളക്ടറായിട്ട് ജോലി ചെയ്തു, ജോലിയിൽ പ്രവേശിച്ചു. ആ ഒരു അവസരത്തിൽ പരിചയപ്പെട്ട വ്യക്തിയാണ് അജിന മാഡം. അജിന മാഡം ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
അതിനപ്പോഴൊക്കെ എന്നെ ഈ ഒരു മീറ്റിങ്ങുകൾ കേൾക്കാനും ഒക്കെ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അജനോട് പറഞ്ഞു, അജന നീ എന്തൊക്കെ കളി കളിച്ചാലും ഞാൻ ഒരിക്കലും ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തി നോക്കുക പോലുമില്ല, അത് ഉറപ്പാണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവനിയോഗം, നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേരാൻ നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ ഇവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. നമ്മളിലൂടെ നമ്മുടെ ജീവിതവും നമ്മളിലൂടെ മറ്റ് പലരുടെ ജീവിതവും ധന്യമാക്കാൻ ദൈവം നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു നാം ഓരോരുത്തരും. അതിലുമുപരി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഫുൾ ടൈം കരിയറായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പാർട്ട് ടൈം ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മറ്റേതെങ്കിലും ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിസ്സാരമായ ഒരു കാരണം മതി അവർ അതുവരെയുള്ള നമ്മുടെ സേവനത്തെ ചോദ്യം ചെയ്യുവാനും ഒരു പക്ഷെ ആ ജോലിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കാൻ ഒരു നിസ്സാരമായ കാരണം മതിയെന്ന് എൻ്റെ അനുഭവം എനിക്ക് വലിയൊരു തിരിച്ചറിവ് കൊണ്ടെത്തുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഞാൻ ബാങ്കിലേക്ക് ക്ലർക്കായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കിന്റെ റിസർവ്ഡ് ക്യാപിറ്റൽ 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും മധ്യയായിരുന്നു. 60 ലക്ഷം തികച്ചില്ല, എനിക്ക് തോന്നുന്നു 53 ലക്ഷവും മറ്റും ഉണ്ടായിരുന്നത്. ഞാൻ ക്ലർക്കായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഒരു വർഷം കൊണ്ട് ഞാൻ അത്രയും, ഇത് എന്റെ മികവായിട്ട് പറയുന്നതല്ല, അത്രയും ബാങ്ക് ആ ഭാഗത്ത് ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക്, കാരണം ഞാൻ 1.5 വർഷം ബിൽ കളക്ടറായിട്ട് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ പൾസ് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ അത് ഒരു വർഷം കൊണ്ട് 1.25 കോടിന് മേലെ എത്തിച്ചു. അതുപോലെ ശനിയാഴ്ച ദിവസം ബാങ്ക് ഉച്ചവരെ ഉള്ളൂ, ഞാൻ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ഭാഗത്തെ ലോണീസിനെ വിളിച്ച് റെഡിയാക്കും. എന്നിട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് കളക്ട് ചെയ്യും. അങ്ങനെ ബാങ്കിനെ ഒരു വർഷം കൊണ്ട് എന്റെ പ്രൊബേഷണറി ടൈമിൽ വളരെ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുവാനും അത്രയും നല്ല ഒരു ബേസിക് സ്ട്രോങ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റി. പക്ഷെ അപ്പോഴൊന്നും അവർ സ്വയം അടിപൊളി എന്ന് പറഞ്ഞ ഒരാള് ഒരു വാക്ക് കൊണ്ട് പോലും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫോൺ കോൾ വന്ന് എന്നെ ഫോൺ കോൾ 2 പ്രാവശ്യം വന്നു. സാധാരണ നമ്മുടെ ബാങ്കിൽ കമ്പ്യൂട്ടറൈസേഷന്റെ ഭാഗമായിട്ട് നല്ല തിരക്കുള്ള സമയമായിരുന്നു. അപ്പൊ സാധാരണ ഫോൺ വന്നാൽ ഞാൻ സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുക. പക്ഷെ അത്തവണ ഞാൻ ഫോൺ വന്നപ്പോൾ സ്പീക്കറിലിടാതെ ചെവിയോട് അടുക്കി പിടിച്ച് സംസാരിച്ചു. ആ സമയത്ത് കോള് വീണ്ടും വന്നു. ഞാൻ 2 പ്രാവശ്യം കോള് വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രേറ്റ് അപ്ലൈൻ ഷെരീഫ് സർ ബാങ്കിന്റെ മുന്നിൽ വന്നു. കാരണം അമ്മ ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ എന്നെ ഈ ബിസിനസ്സിലേക്ക് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ വരില്ല എന്ന് ഷാഠ്യം പിടിച്ചു. അപ്പൊ അജ്ന മാഡം ഉപയോഗിച്ചതായിരുന്നു, എന്റെ ഭർത്താവിനെ വിളിച്ച് ഭർത്താവിന്റെ ഐഡി അടിച്ചു. അതിനുശേഷം എന്റെ അമ്മയുടെ ഐഡി അടിച്ചു. അമ്മ ചെറുതായിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അമ്മേനെ ഫോൺ വിളിച്ചിട്ട് കിട്ടായിട്ടോ മറ്റോ ഷെരീഫ് സാർ അതിന്റെ ആവശ്യത്തിന് വന്നതാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ സെക്രട്ടറിക്ക് മനസ്സിലായി സോയ MI രജിസ്റ്റർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. സെക്രട്ടറി അതിന്റെ മേലെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി. അത് അവിടെ കൊണ്ട് തീർന്നില്ല, ഡയറക്ടർ ബോർഡിൽ പറഞ്ഞു. ഇങ്ങനെ അനുദിനം ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പെരുകി വന്നപ്പോൾ ഞാൻ സെക്രട്ടറി ഇത് വലിയ പ്രശ്നമാവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ MI രജിസ്റ്റർ തന്നെ ഓപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ സെക്രട്ടറി എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, നീ ക്ലർക്കായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്റെ 2 ലക്ഷം രൂപ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ 2 ലക്ഷം രൂപ ഇവിടെ ഉണ്ട്. നിന്റെ സ്വന്തം ഇഷ്ടത്തിന് പോവുകയാണെങ്കിൽ ആ 2 ലക്ഷം രൂപ തിരിച്ചു തരാൻ ഡയറക്ടർമാർ സമ്മതിച്ചില്ലെങ്കിൽ നീ അത് നഷ്ടമായിട്ട് കാണേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നിരുന്നാലും ഞാൻ MI രജിസ്റ്ററിൽ തന്നെ ഓപ്റ്റ് ചെയ്യും, 2 ലക്ഷം പോണെങ്കിൽ പോയിക്കോട്ടെ എന്ന് തന്നെ ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ മകൾക്കൊരു പനി വന്നത്. ഇതൊക്കെ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിച്ച കാര്യമാണ് ആ പനി. പക്ഷെ ഞാൻ ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുകയാണ്, ഞങ്ങൾ ഈ അവസരത്തിൽ എത്താൻ ദൈവത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ പനി വന്നു, നമുക്കറിയാം പനി വന്നാൽ നമ്മൾ അടുത്തുള്ള ഡോക്ടേഴ്സിനെയാണ് കാണിക്കുക. അങ്ങനെ ഞാനും തൊട്ടടുത്തുള്ള ഡിസ്പെൻസറിയിൽ നിന്നും റിട്ടയർഡ് ആയ MD ആയിരുന്നു, അവരെ പോയി കാണിച്ചു. ഒരാഴ്ചത്തെ മെഡിസിൻ തന്നു, മെഡിസിൻ കഴിച്ച് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ കുട്ടി പനി വിട്ടുപോകുന്നില്ല. വീണ്ടും മറ്റൊരു ഡോക്ടറെ കാണിച്ചു, അവരും ഒരാഴ്ചത്തെ മരുന്ന് തന്നു, വീണ്ടും പനി വിട്ടുപോയിട്ടില്ല.
വീണ്ടും മറ്റൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോഴും മെഡിസിൻ തന്നുകൊണ്ടിരിക്കുക അല്ലാതെ ഒരു കാര്യങ്ങൾ പറയുന്നില്ല, കുട്ടിയെ വിശദമായി ടെസ്റ്റ് ചെയ്യുന്നില്ല. വീണ്ടും ആദ്യം കാണിച്ച ഡോക്ടറുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ കുട്ടിയുടെ പനി വിട്ടുമാറുന്നില്ല, നിങ്ങൾ കുട്ടിയുടെ ബ്ലഡും യൂറിനും ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയുടെ ബ്ലഡും യൂറിനും, അപ്പോഴത്തേക്ക് തന്നെ എന്റെ മോള് ടയേർഡായിരുന്നു. അന്ന് എന്റെ മോൾക്ക് 15 വയസ്സായിരുന്നു. ഒരു മാസമായ ഒരു ജലദോഷ പനി വന്നിട്ട് ഞാനിങ്ങനെ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ അലയുകയാണ്. നമുക്കറിയാം പനി വന്നാൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്റെ മോൾ ആകെ ടയേർഡായിരുന്നു. അങ്ങനെ ആ ഡോക്ടർ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, കുട്ടിയുടെ ബ്ലഡിൽ കൗണ്ടിന്റെ അത് ESRന്റെ കൗണ്ട് ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് നല്ലൊരു MDയെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. കണ്ണൂർ ജില്ലയിൽ തന്നെ ധനലക്ഷ്മി ഹോസ്പിറ്റലിലെ പ്രശാന്ത് ഡോക്ടർ, നല്ലൊരു പീഡിയാട്രിഷ്യൻ എന്ന നിലയിൽ പേരെടുത്ത് നിൽക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തെ പോയി കാണിച്ചു. നല്ല ഡോക്ടറാണ്. മെഡിക്കൽ സയൻസ് മോശമാണ് എന്നൊരിക്കലും ഞാൻ പറയില്ല. ഡോക്ടറും നല്ല ഡോക്ടറാണ്. ഞാൻ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. അവിടെ എത്തി ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് ബ്ലഡില് ESRന്റെ കൗണ്ട് ഇങ്ങനെ സെക്കൻഡ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച അവിടെ അഡ്മിറ്റായി. 4 നേരം ആന്റിബയോട്ടിക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്, 3 നേരം മെഡിസിനും ഉണ്ട്. അങ്ങനെ ഒരാഴ്ചത്തെ ആശുപത്രി വാസം കഴിഞ്ഞു. തിരിച്ചു വീട്ടിലേക്ക് എത്തി. മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ വീണ്ടും കുട്ടിക്ക് പനി തിരിച്ചു വന്നു. അതേ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ച് ഏജ്ഡ് ആയ, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡോക്ടർ രഞ്ജിത്ത് ലാൽ, അദ്ദേഹത്തിനെ വീണ്ടും വന്ന് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, കുട്ടിക്ക് ന്യൂമോണിയ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ന്യൂമോണിയക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് അതേ ഹോസ്പിറ്റലിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. 2 ആഴ്ചത്തെ ഹോസ്പിറ്റൽ വാസം കുട്ടിയുടെ ആരോഗ്യം തീർത്തും വഷളാക്കിക്കൊണ്ടിരുന്നു. കയ്യിൽ ഒരുപാട് പൈസ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്, ഒരുപാട് പൈസ പോയി. തിരിച്ച് വീട്ടിലേക്ക് വീണ്ടും വന്നു. മെഡിസിൻ നിർത്തിയപ്പോൾ പനി വീണ്ടും തിരിച്ചു വന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാനാണെങ്കിൽ 2 ആഴ്ചത്തെ ലീവ് എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ബാങ്കിൽ പോകുന്നുണ്ട്. കുട്ടിയുടെ പനി വിട്ടുപോയിട്ടില്ല. ആരോഗ്യമാണെങ്കിൽ തീർത്തും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ ഏട്ടന്റെ മോളെ പൂച്ച മാന്തിയത്. അപ്പം 3 ഏട്ടന്മാരുണ്ട് എനിക്ക്. അവർ 3 പേരും ഗൾഫിലാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഞാനാണ്. അപ്പൊ ഈ കുട്ടിയെ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പയ്യാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 6 വയസ്സുകാരി പെൺകുട്ടി പൂച്ച എന്റെ മാന്തലേറ്റ് ഇളകി മരണപ്പെടാൻ ഒരു കാരണമുണ്ട്. പത്രങ്ങളിലൊക്കെ ഇങ്ങനെ അന്ന് സർക്കുലേറ്റ് ചെയ്ത ഒരു ന്യൂസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും കുട്ടിയെ പൂച്ച മാന്തിയ സമയത്ത് എന്തായാലും വാക്സിൻ എടുക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിയതാണ്. അവിടെ എനിക്ക് തോന്നി എന്റെ മോളെ ഒന്ന് ഇവിടെ കാണിച്ചാലോ എന്ന് തോന്നൽ എനിക്കുണ്ടായി. ഞാൻ പിറ്റേന്ന് എന്റെ മോളെ അവിടെ കാണിച്ചു. അവരെല്ലാ ടെസ്റ്റിനും എഴുതി തന്നു. കുട്ടിയുടെ രോഗം സ്ഥിരീകരിച്ചു. കുട്ടിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ആരോഗ്യം തീർത്തും വഷളായി. കുട്ടിയുടെ ലിവർ ഫങ്ഷൻ ഡിസോർഡറായി. ഒരു ഗ്ലാസ് വെള്ളമോ ഭക്ഷണമോ മെഡിസിനോ ഒന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു. ഞാൻ വീണ്ടും കുട്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ പോയി. നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അന്ന് ക്വാറന്റൈൻ റിസർവ്ഡ് ഏരിയസ് ആണ്. അപ്പൊ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, മാഡം നിങ്ങളെ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് മുകളിൽ ഇപ്പം കൊറോണ പേഷ്യന്റിനെ മാത്രമാണ് നമുക്കിവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടിയെ വീട്ടിലേക്ക് എടുത്തോളൂ, അതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല ഡോക്ടർ, ഇവിടെ എനിക്ക് വീട്ടിൽ ഇത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കവിടെ ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ, ഇല്ല മേഡം, നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കുട്ടിയെ വീട്ടിലെടുത്തോ. നമുക്ക് കാരണം ഇവിടെ അഡ്മിറ്റ് ചെയ്താൽ കുട്ടിയുടെ ആരോഗ്യം തീർത്തും അപകടാവസ്ഥയില്ല, നമുക്ക് കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയല്ല, ഇപ്പൊ നിങ്ങൾ വീട്ടിലെടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ അതും പറഞ്ഞ് അങ്ങ് പോയി. ഞാൻ അവിടുത്തെ ഹെഡ് നേഴ്സ് ഉണ്ടായിരുന്നു. ഹെഡ് നേഴ്സോട് പറഞ്ഞു, മാഡം ഒരു പി ഗ്ലൂക്കോസ് എങ്കിലും കുട്ടിയുടെ ശരീരത്തിൽ എത്തിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളോട് മാഡം പറഞ്ഞില്ലേ, നിങ്ങൾ കുട്ടീനെ എടുത്തിട്ട് വീട്ടിൽ പോട്ടെന്ന് പറഞ്ഞു. മേഡം അങ്ങനെ പറയല്ലേ, നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കുട്ടിയെ ഈ വരാന്തയിലുള്ള ബെഞ്ചിൽ കിടത്തിയാണ്, ഞാനിത് ഈ ഗ്ലൂക്കോസിന്റെ കെന്നൽ കയ്യിൽ പിടിച്ച് നിന്നോളാം. ഒരു ഗ്ലൂക്കോസ് എങ്ങനെയെങ്കിലും കുട്ടിയുടെ 4 ദിവസമായി കുട്ടി ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാത്ത ഛർദി മാത്രമാണ്, എന്തെങ്കിലും ഒന്ന് കുട്ടിയുടെ ശരീരത്തിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പ്ലീസ്. ഞാൻ അവരുടെ കാല് പിടിച്ചു പറഞ്ഞു. അപ്പം ആ ഹെഡ് നേഴ്സിന്റെ വിധം മാറി. ഒരുപക്ഷെ ഈ ഒരു മോർണിംഗ് മീറ്റിലും ആരെങ്കിലും ആശുപത്രി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ലീഡേഴ്സ്, എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്.
അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. കാരണം ഒരാളെയും ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തൊഴിലിനെ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ ഇത് പറയുന്നത്. എന്റെ അനുഭവമാണ്. അപ്പൊ ആ ഹെഡ് നേഴ്സിനോട് ഇത്രയും കെഞ്ചി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? വെടിക്കെടുത്ത് പോയിട്ട് നിങ്ങളെ കുട്ടിയല്ലേ, പറ്റൂല എന്ന് പറഞ്ഞാൽ എന്താ? വെടിക്കെടുത്ത് പോടും, പിന്നെ പോയിട്ട് ലീവ് എടുത്തിട്ട് കുട്ടിയെ നോക്കൂ, അങ്ങനെ കുട്ടീനെ തിരിച്ചു പിടിക്കാൻ നോക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ സങ്കടത്തോടു കൂടി എന്റെ മോളെ എടുത്ത് അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം നമ്മളൊക്കെ ഒരു അത്യാവശ്യത്തിന് സറണ്ടർ ആവുന്ന ഒരു സ്ഥലമാണ് അലോപ്പതി മേഖല. അവിടെ നിന്നാണ് അവർ നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് എടുത്തോ എന്ന് പറഞ്ഞത്. ഞാൻ ഈ ഒരു എന്ത് ചെയ്യണം, സത്യം പറഞ്ഞ ആ ഒരു അവസ്ഥ എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ വിവരിച്ചു തരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരുപാട് ഇരുന്ന് ആലോചിച്ചു, ഒരുപാട് ഇരുന്ന് കരഞ്ഞു. എനിക്കറിയാം, ഒന്നുകിൽ എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടും, അല്ലെ കിട്ടില്ല. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ അത് അംഗീകരിച്ചു, മനസ്സുകൊണ്ട് അംഗീകരിച്ചു. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ എന്റെ ഗ്രേറ്റ് അപ്ലൈൻ അജ്ന മാഡം ഉപയോഗിച്ച വ്യക്തിയായിരുന്നു പ്രഭിത മാഡം. കോളേജ് ലെക്ചറാണ്, നമ്മുടെ ഗവൺമെന്റ് കോളേജ് ലെക്ചറാണ്. അവര് വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഈക്വൽ റേഞ്ചിലുള്ള വ്യക്തിയായിരുന്നു. എന്നെ ഫോളോ അപ്പ് ചെയ്ത് ബിസിനസ്സിലേക്ക് ഇറക്കാൻ അജ്ന മാഡം ഉപയോഗിച്ചത് പ്രഭിത മാഡത്തിനായിരുന്നു. അപ്പം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ല തന്നെയുള്ളൂ, പക്ഷെ പ്രഭിത മാഡമായിട്ട് നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പ്രഭിത മാഡം ഇന്ന് അപ്കമിങ് ITC ആണ്, കോളേജ് ലെക്ചറാണ്. ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. എന്റെ മോളുടെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ പ്രഭിത മാഡത്തിന് അയച്ചു കൊടുത്തു. പ്രഭിത മാഡം രാത്രി ഒരു 11 മണി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഫീൽഡിലായിപ്പോയി, അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ ലേറ്റ് ആയത്. 95 ഉണ്ടോ നിങ്ങളെ കയ്യിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മാഡം, 95 ഇല്ല എന്ന് പറഞ്ഞു. ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നാളെ തന്നെ 95 കുട്ടിക്ക് കൊടുത്തു തുടങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് എന്തെന്ന് 95 കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെ സംശയം സ്വാഭാവികമായിട്ട് ഞാൻ മാഡത്തിനോട് ചോദിച്ചു. അപ്പൊ മാഡം പറഞ്ഞു, നമ്മുടെ പ്രോഡക്റ്റുകളുടെ കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് 95. നിങ്ങളുടെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ കുട്ടിയുടെ ആരോഗ്യം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ കൂടെ മാഡം ആഡ് ചെയ്തു, ഒരാഴ്ച കഴിഞ്ഞിട്ട് കുട്ടി ഭക്ഷണത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ട് ന്യൂട്രിലൈഫ് ആഡ് ചെയ്യണം. ന്യൂട്രിലൈഫ് ദി കംപ്ലീറ്റ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഡ്രിങ്ക്. കുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് പ്രോട്ടീൻ, പിന്നെ അതുപോലെ ന്യൂട്രീഷ്യൻസിന്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും ഈ സമയത്ത്. അതുകൊണ്ട് ന്യൂട്രിലൈഫ് ഒരാഴ്ച, നമുക്കറിയാം ഇതൊക്കെ പ്രോസസ് ചെയ്യേണ്ട ലിവറാണ്. ആ ലിവറാണ് ഇവിടെ ഫെയിലായി കിടക്കുന്നത്. നമ്മുടെ ന്യൂട്രിലൈഫ് ഹെവി ആയ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് നമ്മുടെ കരളിൽ അത്രയും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ മാഡം പ്രത്യേകം പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ കുട്ടിക്ക് ന്യൂട്രിലൈഫ് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 95 കൊടുത്തു തുടങ്ങി. ഞാൻ പിറ്റേന്ന് 95 കൊടുത്തു. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി ബെഡിൽ നിന്ന് എഴുന്നേറ്റിരിക്കാമെന്ന അവസ്ഥയിലായി. 4-മത്തെ ദിവസം മുതൽ പൊടിയരി കഞ്ഞി കുടിക്കാൻ തുടങ്ങി. 5-മത്തെ ദിവസം മുതൽ, ഞാൻ ഒരാഴ്ച കാത്തു നിന്നില്ല, ഞാൻ 5-മത്തെ ദിവസം മുതൽ ന്യൂട്രിലൈഫ് കൊടുത്തു തുടങ്ങി. അങ്ങനെ 2 മാസം ലീവ് എടുത്ത് കുട്ടിയെ നോക്കി. കുട്ടി ആരോഗ്യം തിരിച്ചു പിടിച്ചു. അപ്പൊ അപ്പോഴും ഞാൻ ഈ ബിസിനസ്, ഈ പ്രോഡക്റ്റ് നല്ലതാണ് എന്ന് തിരിച്ചറിവുണ്ടായെങ്കിലും ഒരിക്കലും ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. എക്സ്ക്യൂസ് മീ. ഞാൻ എന്നെ ചിന്തിപ്പിച്ചത്, എന്നെ ഈ ഒരു ബിസിനസിന്റെ വലിപ്പം മനസ്സിലാക്കി തന്നത്, ഒരുപക്ഷെ ഞാൻ തിരിച്ചു പോയപ്പോൾ ആ ഡോക്ടറുടെ ആശുപത്രി ഈ ഒരു മേഖലയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു വലിയൊരു തിരിച്ചറിവാണ്. ഞാൻ അവിടെ എത്തി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഇന്ന കാരണം കൊണ്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാരണം എൻ്റെ മോൾക്ക് അന്ന് വന്നത് TB രോഗമാണ്. നമുക്കറിയാം TB പേഷ്യൻസിന് മെഡിസിൻ വീട്ടിൽ തന്നുവിടില്ല. അവര് അടുത്തുള്ള ഹെൽത്ത് സെന്ററുകളിൽ പോയിട്ട് നേരിട്ടിട്ട് ടാബ്ലറ്റ് ഞങ്ങളുടെ കൈകളിലേക്ക് തരും. അവരുടെ മുന്നിൽ നിന്ന് അത് വിഴുങ്ങണം, എന്നിട്ട് തിരിച്ച് വീട്ടിൽ. അങ്ങനെ 2 നേരമുള്ള മെഡിസിൻസ് 2 നേരം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് അവരുടെ മുന്നിൽ നിന്ന് കഴിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് കൊറോണ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് വീണ്ടും 2 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റൽ സറണ്ടർ ആവുന്ന സമയത്ത് മെഡിക്കൽ റിപ്പോർട്ട്, ടാബ്ലറ്റ് ഒക്കെ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ വെറും 3 ദിവസത്തെ മരുന്ന് മാത്രമാണോ കുട്ടിക്ക് കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ ഡോക്ടറെ, 3 ദിവസത്തെ മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ ലിവർ ഫംഗ്ഷൻ ഡിസോർഡർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിസിൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എല്ലാ ടെസ്റ്റും ഒന്നുകൂടി എഴുതി തന്നു. ഒരു 3 ദിവസം, നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ടെസ്റ്റ് റിസൾട്ട് ടെസ്റ്റിന് കൊടുക്കാനും ടെസ്റ്റ് റിസൾട്ട് കിട്ടാനും ഒക്കെ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് ഞാൻ എല്ലാ ടെസ്റ്റ് റിസൾട്ട് വാങ്ങിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു, കുട്ടിയുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇനി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണോ ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ നല്ല ഡോക്ടറെ, ഞാൻ 2 മാസം ലീവ് എടുത്തിട്ടായിരുന്നു കുട്ടിയെ നോക്കിയത്. എങ്കിൽ എനിക്ക് റീജോയിൻ ചെയ്യണം, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇവിടുന്ന് എന്താണോ പറയുന്നത് അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്, തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു, കുട്ടിയുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയിട്ടുണ്ടല്ലോ, നിങ്ങൾ ഈ കുട്ടിയെ മറ്റെന്തെങ്കിലും ചികിത്സക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഡോക്ടർ, മറ്റു ചികിത്സയൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അലോപ്പതി ഡോക്ടർമാരുടെ ഒരു റൂട്ടീനാണ്. അത് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഹോമിയോ ചികിത്സക്ക് ഹോമിയോ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഡോക്ടർ, ഹോമിയോ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ആവർത്തിച്ച് പറഞ്ഞു, കുട്ടിയുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ശരീരത്തിൽ തീർച്ചയായും എന്തോ എത്തിയിട്ടുണ്ട് എന്ന് ഡോക്ടർ ശഠിച്ചു പറഞ്ഞു. നിർബന്ധ കട്ടായം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു, അതെന്താണ് പ്രൊഡക്റ്റ്? ഞാൻ പറഞ്ഞ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്, ഒരു ജ്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ചോദിച്ചു, നിങ്ങളൊരു അമ്മയല്ലേ, നിങ്ങൾ എങ്ങനെ ഇത്രയും ആരോഗ്യം വഷളായ ഒരു കുട്ടിക്ക് എന്ത് ധൈര്യത്തിലാണ് ഈ പ്രോഡക്റ്റ് കൊടുത്തത് എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ പേരിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ബോധമില്ല, നിങ്ങൾ കുറച്ച് വിദ്യാഭ്യാസമുള്ളതല്ലേ, നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ, ഇതൊക്കെ പറഞ്ഞ് ഡോക്ടർ എന്നെ എങ്ങനെ മെന്റലി ടോർച്ചർ ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് കൂടുതലൊന്നും അറിയില്ല, കാരണം ഞാൻ പഠിച്ചത് ടെക്നിക്കൽ സ്കൂളിലാണ്. അവിടുന്ന് പിന്നെ ഹയർ സ്റ്റഡീസ് ചെയ്തത് അവിടെ നമുക്ക് ബയോളജി ഇല്ല. പിന്നെ പ്രീ ഡിഗ്രി, ഡിഗ്രി, PG അങ്ങനെ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ബയോളജി ഒന്നും അറിയില്ല. ഞാൻ ഡോക്ടറോട്, ഡോക്ടർ എനിക്ക് കൂടുതൽ ഈ ഹ്യൂമൻ അനാട്ടമിയെ പറ്റിയോ കൂടുതലൊന്നും അറിയില്ല ഡോക്ടർ, എനിക്ക് ഇത്രയേ അറിയൂ. എന്റെ മോൾക്ക് ഒരു അസുഖം വന്നു, ഒരു ചെറിയ ജലദോഷപ്പനി തുടങ്ങിയതാണ്. ഞാൻ ഏകദേശം 5ൽ കൂടുതൽ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. 5 ഡോക്ടേഴ്സും 5 തരത്തിലാണ് കുട്ടിയെ ട്രീറ്റ് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത്രയും പഠിച്ചിറങ്ങുന്ന ഡോക്ടർക്ക് രോഗം എന്താണെന്ന് പോലും ശരിയായി രോഗനിർണയം നടത്താതെയാണ് മെഡിസിൻ തന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത്രയും പഠിച്ചിറങ്ങുന്ന ഡോക്ടർക്ക് ശരിയായ രോഗകാരണം മനസ്സിലാക്കാതെ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് സിസ്റ്റമാണ് നിങ്ങളത് എന്ന് ചോദിച്ചു. അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ കുട്ടിയെ വേണമെങ്കിൽ വീട്ടിലെടുത്ത് നോക്കുക എന്നാണ്. എന്റെ കുട്ടിയാണ്, ഇനി പരീക്ഷണത്തിന് വിട്ടുതരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറുടെ വിധം ഒന്നുകൂടെ ഭീകരാവസ്ഥയിലേക്കായി മാറി. അങ്ങനെ 1ഉം 2ഉം അങ്ങോട്ട് പറഞ്ഞ് ഇതായപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത്, പക്ഷെ നിങ്ങൾ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞതാണ്, അല്ലാണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ ഒരു ഇതാക്കി പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്കെതിരെ കേസ് എടുക്കാൻ നമുക്ക് പറ്റുന്നത്? ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങളുടെ ലാബിൽ നിന്നാണ് ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്തത്, അന്ന് കുട്ടിയുടെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. അതേ ലാബിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ കുട്ടിയുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണ്. നിങ്ങൾ എന്തിന്റെ പേരിലാണ് നമുക്ക് കേസ് എടുക്കാൻ ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇതാണ്, നാളെ കൊറോണ എന്ന് പറഞ്ഞ ഈ ഒരു സാഹചര്യം മാറിക്കിട്ടും. അപ്പം ഒരുപാട് കുട്ടികൾ, ഒരുപാട് ഏരിയയിൽ നിന്നുള്ള, ഒരുപാട് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു വൈഡ് റേഞ്ചിൽ നിന്നുള്ള കുട്ടികൾ ഒരുമിച്ച് വന്നു ചേരാനുള്ള സ്ഥലമാണ് വിദ്യാലയം. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ രോഗത്തിന്റെ സിംറ്റം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആരോഗ്യ മേഖല നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ പേടിപ്പിക്കൊന്നും വേണ്ട, ഒരുവിധം ഒരു സാധാരണക്കാരി എന്ന നിലക്ക് എനിക്ക് പറ്റാവുന്നിടത്തോളം പോയിട്ട് യുദ്ധം ചെയ്യാൻ ഞാനും തയ്യാറാണ്, പക്ഷെ അത് വേണ്ട. കാരണം അന്ന് എൻ്റെ മോൾക്കൊരു ജലദോഷപ്പനി വന്നപ്പോൾ നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ നിർദാക്ഷിണ്യം എന്നോട് തല്ലുകയാണ് ചെയ്തത്. അന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, വേദന ഇനി ലോകത്തൊരമ്മക്കും ഒരു കുഞ്ഞിനും ഉണ്ടാകാൻ ഞങ്ങൾ കാരണം ഇടവരരുത്. അതുകൊണ്ട്
ട്രീറ്റ്മെന്റ് എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വീണ്ടും 9 മാസത്തെ മെഡിസിൻ എടുത്തു. ഇന്ന് എന്റെ മോൾക്ക് 18 വയസ്സ് കഴിഞ്ഞു. എന്റെ മോള് ഇന്ന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അപ്പം അന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഡോക്ടറോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻ നമുക്ക് തരുന്നുണ്ടോ, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ ഡോക്ടർ ഒന്ന് നിശബ്ദത പാലിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ അന്ന് ഡോക്ടറോട് പറഞ്ഞത്, നിങ്ങൾ എത്ര കൊല്ലം പഠിക്കുന്നത് എന്ന് വിഷയമല്ല, എത്ര കോടി കൊടുത്ത് പഠിച്ചു എന്നും വിഷയമല്ല, നിലവിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത മെഡിസിനാണ് രോഗികളായ സാധാരണക്കാർക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മൾ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര കോടി കൊടുത്ത് പഠിച്ചതിന് കാര്യമില്ല. ബൈ പ്രൊഫഷൻ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു പണത്തൊക്കെ മുന്നിലാണ്. ഇനി ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യും, നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു പണത്തൂക്കം മുന്നിലാണ് ഈ ബിസിനസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ചവച്ചു തുപ്പിയ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടാകും. അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനെങ്കിലും എനിക്ക് ഒരു ബിസിനസ് അവസരം ഉപയോഗിക്കാൻ പറ്റും. തീർച്ചയായും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞ് അന്നൊരു തീരുമാനം എടുത്തിട്ട് ഇറങ്ങിയതാണ്. ഞാൻ അന്നും ഇന്നും ഒരു വേദി കിട്ടിയാൽ വിളിച്ചു പറയുന്ന കാര്യമാണ്, ഇന്ന് ഡോക്ടേഴ്സ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല പ്രൊഫഷനാണ് ഞാനും നിങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ, ആ ഒരു ചിന്താഗതിയിൽ തന്നെ അന്നും ഇന്നും ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇന്ന് 3 വർഷം കഴിഞ്ഞു, RTC റാങ്ക് അച്ചീവ് ചെയ്തിരിക്കുന്നു. ബിസിനസിന്റെ ഭാഗമായിട്ട് ഒരുപാട് അച്ചീവ്മെന്റ്സ് എനിക്ക് ഒരു സാധാരണക്കാരി എന്ന നിലയിൽ നിന്നും ഒരു ബിസിനസ് എന്റർപ്രണർ എന്ന നിലയിലേക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുവാനും എൻ്റെ ചിന്താഗതികൾ മാറ്റുവാനും എൻ്റെ സ്വപ്നങ്ങൾ മാറ്റി എഴുതുവാനും എന്നെ പഠിപ്പിച്ച ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഡിയർ ലീഡേഴ്സ്, എനിക്ക് ഇന്നലെ നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ പോയിട്ടുണ്ടാകും പ്രസാദ് സാറിന്റെ മോളുടെ കല്യാണം. ഒരു സാധാരണക്കാരന് വിശ്വാസം കൊണ്ട് അതിന്റെ കൊടുമുടിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്നതിന് ഒരു തർക്കവുമില്ലാതെ ഇന്നലെ അത് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു നിമിഷമായിരുന്നു ഇന്നലത്തെ ദിവസം. കാരണം നമുക്കറിയാം, കല്യാണം നടന്നത് തന്നെ അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. ഏകദേശം ആളുകളുടെ എണ്ണം പറയാനും പറ്റില്ല, പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാനേജ് ചെയ്യാനുള്ള എല്ലാ സംവിധാനം, ഭക്ഷണത്തിന് തന്നെ 3 ഹാളുകൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾ, അവിടെ വരുന്ന ചെറിയ കുട്ടികൾക്ക് പോലും അവരുടെ അവരുടെ ഒരാഗ്രഹവും മാറ്റി നിർത്തപ്പെടുന്ന മുട്ടായി ഷോപ്പ് മുതൽ സ്വീറ്റ്സിന്റെ ഷോപ്പ്, അവിടെ നമ്മള് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു കല്യാണം. അത് മോളുടെ സ്വർണം കൊണ്ടും അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മളെ പല രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അത്രയും വലിയൊരു കല്യാണമാണ്. എന്റെയൊക്കെ ഈ ഒരു ജീവിതകാല അളവിന്റെ ഇടക്ക് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പാർട്ടി. എല്ലാറ്റിലും ഉപരി ഒരു ബിസിനസ് തുടങ്ങിയ ഒരു സാധാരണക്കാരന് എല്ലാവരും തുല്യരാണ് എന്ന മെസ്സേജ് നമ്മളിലേക്ക് എത്തിച്ചേർന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ പോലും നമുക്ക് അത്രയും കല്യാണം നമുക്ക് ഒരു മെന്റൽ ഫ്രീഡത്തോടു കൂടി നമുക്ക് ആ കല്യാണം എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ ഓരോരുത്തരും VIP-കളായിരുന്നു. അതാണ് അതിൽ ഏറ്റവും വലിയൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരം അതാണ്. ഇന്ന് പ്രസാദ് സാറിന് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നാളെ നമുക്കും അത് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു മേഖലയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഡിയർ ലീഡേഴ്സ്, നമ്മളൊക്കെ ചെയ്യുന്നത് പലത് പ്രതീക്ഷയ്ക്ക് പുറത്താണ്. നമുക്ക് ഇത്രയും പ്രായത്തിന്റെ ഇടയ്ക്ക് നമ്മൾ പല മേഖലകളിൽ പല തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്ത് വരുമാനം കണ്ടെത്തുകയും കുടുംബത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രതീക്ഷക്ക് അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടാവും. ബാക്കിയൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, അല്ലെ അടുത്ത ഗൾഫിലേക്ക് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ പ്രശ്നം തീരും. ഇങ്ങനെയൊക്കെ ഒരു കണക്ക് കൂട്ടലിന്റെ പുറത്ത്, ഒരു പ്രതീക്ഷയ്ക്ക് പുറത്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഡിയർ ലീഡേഴ്സ്, ഇവിടെ ഒരു കമ്പനി പറയുകയാണ്, നിങ്ങളുടെ പേരും അഡ്രസ്സും തന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങൾക്ക് അത്യാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബിസിനസ്സിൽ നിങ്ങളൊരു കസ്റ്റമർ ആയിട്ട് നിലനിന്നാൽ പോലും നിങ്ങളെ കോടീശ്വരനാക്കി തരാം എന്ന് ഉറപ്പ് പറയുന്ന ഒരു കമ്പനിയാണ്. ഇനിയല്ല, ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ 4 വർഷം കൊണ്ട്
നിങ്ങൾ എൻ്റയർ ഫിനാൻഷ്യൽ ഫ്രീഡം ഉറപ്പു തരുന്ന ഒരു മേഖലയിലാണ് ഞങ്ങൾ ഓരോരുത്തരും എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, 4 വർഷം കൊണ്ട് രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള ഏത് മേഖലയാണ് നമുക്കറിയാൻ പറ്റുക? ആഴ്ച വരുമാനം 2,10,000, ഒരു മാസം 8,40,000 ഉറപ്പ് വരുത്തുന്ന ഏത് തൊഴിൽ മേഖലയാണ് നമുക്ക് പരിചയം ഉള്ളത്? ജസ്റ്റ് ബ്രാൻഡ് മാറ്റി ഉപയോഗിച്ചാൽ നമുക്ക് പാസീവ് ഇൻകം ഉറപ്പുവരുത്തുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കറിയാൻ പറ്റുക? പാസീവ് ഇൻകം കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ 3 തലമുറക്ക് നോമിനേഷൻ ഫെസിലിറ്റി ഉറപ്പു തരുന്ന ഏത് തൊഴിൽ മേഖലയാണ് നമുക്കറിയാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനൊക്കെ ചിന്തിച്ച കാര്യമാണ്. ഇന്ന് ഒരു IAS 8ാം ക്ലാസ് മുതൽ ഒരു കുട്ടി വിദ്യാഭ്യാസം കൊണ്ട് പ്രിപ്പയർഡ് ആവുകയാണ് ഒരു IAS ഓഫീസർ ആവാൻ. IAS ഓഫീസർക്ക് പോലും മാസ വരുമാനം 2 ലക്ഷത്തിന് താഴെയാണ്. 140 കോടി കവിഞ്ഞു നിൽക്കുന്ന ഇന്ത്യൻ ജനസംഖ്യയിൽ ഒരാൾക്ക് കിട്ടുന്ന പ്രിവിലേജ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ. അദ്ദേഹത്തിന്റെ പോലും വരുമാനം 8 ലക്ഷത്തിനും താഴെയാണ്. ഇവിടെ മാസ വരുമാനം 8,40,000 ഒരു ഐഡിയിലാണ്. അത് ടാക്സ് ഏറ്റവും ട്രാൻസ്പെറന്റ് ആണ്. നമ്മുടെ പാൻ കാർഡിലൂടെ ഫിൽട്ടർ ചെയ്ത വൈറ്റ് മണി ആയിട്ടാണ് ഞങ്ങൾക്ക് വരുമാനം കിട്ടുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി. ഉൽപ്പന്നങ്ങളാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് കിട്ടുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ. അപ്പൊ എങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്നാം തരം ഓപ്പർച്യൂണിറ്റിയാണ്, ഒന്നാം തരം പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വെൽനസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. വെൽനസ് പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. ആത്മഹത്യകളും ആക്സിഡന്റ് മാറ്റി വെച്ചാൽ നമുക്ക് നമ്മുടെ പരിസരത്ത് മരിക്കുന്ന ആളുകളെ തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. അവരൊക്കെ എന്തെങ്കിലും ഒരു ജീവിതശൈലി രോഗമായിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് മരിക്കുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞാൽ നമുക്കും ഇതേ രോഗം നമ്മൾക്കും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ സാഹചര്യം, ബേസിക് ആയിട്ടുള്ള ഇവിടെ സർക്കംസ്റ്റാൻസസ്, ബേസിക് ആയിട്ടുള്ള ഇവിടെ സാഹചര്യം ഒന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ കോമൺ ആണ് ഇവിടെ. അപ്പൊ നാളെ ഇതേ സാഹചര്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്കും ഇതുപോലുള്ള മാരക രോഗങ്ങൾ വരാം. നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ്, പാത്രം കഴുകുന്ന ലിക്വിഡ് ബാറ്, ടോയ്ലറ്റ് ക്ലീനർ, നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾ, പച്ചക്കറികൾ, മാംസ്യങ്ങൾ ഒക്കെ ഇന്ന് മായം ചേർന്നതാണ്. ഈ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഒളിച്ചോടി പോകാനോ മാറി നിൽക്കാനോ പറ്റുകയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. ഒരു 10-15 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതേ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിന്റെ കാരണം ഇത് തന്നെയാണ്. അപ്പൊ അന്ന് നമ്മൾ കോടികൾ കൊടുത്ത് ചെലവാക്കാൻ തയ്യാറാവും. അന്ന് ലക്ഷങ്ങളോ കോടികളോ കൊടുത്ത് ചെലവാക്കാൻ തയ്യാറാണെങ്കിൽ പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യം. അപ്പൊ അന്ന് കോടികൾ കൊടുത്ത് ചെലവാക്കാൻ തയ്യാറാകുന്നതിന് പകരം ഇന്ന് ഭക്ഷണമായിട്ട് കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഇവിടെ സേഫ് ആണ് എന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ബോധവൽക്കരിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളാണ് വെൽനസ് ഉൽപ്പന്നങ്ങൾ. അത് നമ്മൾ വാങ്ങിച്ചുപയോഗിച്ചുകൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ തലമുറകളുടെ ഭദ്രത ഉറപ്പുവരുത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളൊക്കെ അറിയാതെ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട. ഇവിടെ നമ്മളുടെ ആരോഗ്യം അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അത് ഇവിടെ സേഫ് ആണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് പറയാൻ, എൻ്റെ അനുഭവം കൊണ്ട് പറയാറുള്ളത്. അങ്ങനെ നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റും എന്നുറപ്പുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയം 6:50 നിങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ എനിക്ക് അനുവദിച്ച സമയം അധികരിച്ചു പോവുകയില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഹലോ സാറേ. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യത്തിന് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. ഇപ്പൊ എനിക്ക് 46 വയസ്സായി. ഈ 46 വയസ്സിന്റെ അടുത്ത് പലരും പറഞ്ഞ പേരും അഡ്രസ്സും തരാൻ പലർക്കും മടിയാണ്. 46 വയസ്സിനടുത്ത് ഞാൻ ഏകദേശം 50 ലക്ഷം രൂപ എനിക്ക് എന്റെ പേഴ്സണലായിട്ട്, ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ഭക്ഷണമായിട്ടും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കുമായിട്ട്, വസ്ത്രം, ഭക്ഷണം, മെഡിസിൻ, ഇതൊക്കെ ആയിട്ട് ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഞാൻ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേ സാഹചര്യം അവിടെ ഞാൻ MRP, കടക്കാരൻ പറയുന്ന MRP കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചു. ഇവിടെ എനിക്ക്
പേരും അഡ്രസ്സും കൊടുത്താൽ എല്ലാ ഉൽപ്പന്നങ്ങളും 10% മുതൽ 40% വരെ വിലക്കുറവിൽ കിട്ടുന്നു. അവിടെ കെമിക്കലുള്ള മായം ചേർന്ന ഉൽപ്പന്നങ്ങളാണ് ഞാൻ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത്. ഇവിടെ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റുന്നു. അവിടത്തേക്ക് തീർന്നു. ഒരു കസ്റ്റമർ ബയർ റിലേഷൻഷിപ്പ് അവിടത്തേക്ക് തീർന്നു. പക്ഷെ ഇവിടെ ഒരു കസ്റ്റമർക്ക് വലിയൊരു എന്റർപ്രണറായി മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഒരു കസ്റ്റമർ ഞാനിപ്പോ എന്റെ ആവശ്യത്തിന് വേണ്ടി 50 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 12% 6 ലക്ഷം രൂപ എനിക്ക് വരുമാനമായിട്ട് കിട്ടും. അങ്ങനെ ബിസിനസ് ആയിട്ട് വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വളർച്ച നമുക്ക് വളർച്ച വേഗത്തിലാക്കാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വലിയ തെറ്റായ ഒരു കൺസെപ്റ്റ് നമ്മളെ ഉള്ളിൽ എവിടെയോ പതിഞ്ഞു പോയിട്ടുണ്ടാകാം. നമുക്ക് നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കുന്നതും വലിയൊരു നെറ്റ്വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. പരസ്യം ഉൾപ്പെടുന്ന വലിയൊരു നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഓരോ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഞങ്ങൾ ഒരു ഉൽപ്പന്നം വാങ്ങിച്ചു ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ അവിടെ അധിക ചെലവായിട്ട് കൊടുത്തത് ഇവിടെ നമുക്ക് വരുമാനമായിട്ട് നേടിയെടുക്കാൻ പറ്റുന്നു. അവിടെ ഞങ്ങളുടെ പൈസയാണ് മറ്റു പലർക്കുമായിട്ട് മറ്റു പണക്കാരുടെ കൈകളിലേക്ക് വീണ്ടും എത്തിപ്പെടുന്നത്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിപ്പെടുന്നു. ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിക്കുന്നതിലൂടെ ഞങ്ങളുടെ കൈകളിലേക്ക് തന്നെ എത്തിപ്പെടുന്നു. അവിടെ നമ്മൾ കൊടുക്കുന്നത് അധിക ചെലവാണെങ്കിൽ ഇവിടെ നമുക്ക് അധിക വരുമാനമായിട്ട് എത്തിപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ സുരക്ഷിതമാക്കി വെക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി. നമുക്കറിയാം തായ്ലൻഡ് കോൺടെസ്റ്റ് വന്നിട്ടുണ്ട്. കമ്പനി ഏറ്റവും അടിത്തട്ടിലുള്ള ഡിസ്ട്രിബ്യൂട്ടർ കെയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനി ഇന്ന് മുതൽ എന്തെങ്കിലും കോൺടെസ്റ്റോ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ മുന്നിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്തൊക്കെ കിട്ടും അത് ആ രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്യുന്നത്. ഇന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയെ അതുപോലെ സംരക്ഷിക്കുന്ന, അവരുടെ ഇമോഷണലായിട്ടുള്ള ആവശ്യങ്ങളെ അതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. അതാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതായത് ഇന്ന് ഇവിടെ കാരണം ഇതൊരു വലിയൊരു ഒരു എന്താണ് പറയുന്നതല്ല, അത്രയും ബിസിനസ് കസ്റ്റമർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയെ പോലും അതിന്റെ എക്സ്ട്രീം ലെവൽ പരിഗണിക്കുന്ന ഒരേ ഒരു കമ്പനിയുള്ള ആ കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതുകൊണ്ട് ഡിയർ ലീഡേഴ്സ്, വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയാതായി പോകരുത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, കമ്പനി പറയുകയാണ് നിങ്ങളെ ഞങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള വ്യക്തികളാക്കി മാറ്റിത്തരാൻ തയ്യാറാണ്. കമ്പനി പറയുകയാണ് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം ഇവിടെ സേഫ് ആണ് എന്ന് കമ്പനി ഇവിടെ, ഇതൊക്കെ പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണോ? നോക്കൂ, നിങ്ങൾ കടമുള്ളവരാണോ? നിങ്ങളുടെ ആരോഗ്യത്തിന് ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണോ എന്ന് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാംസ് മാക്സിമം ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മുടെ ആവശ്യമായിട്ട് കാണും. ഒരു അപ്ലൈനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ പ്രോഗ്രാം മാക്സിമം ഉപയോഗിക്കുക. എന്നിട്ട് ഇതൊരു ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. ഒരു 50,000-നോ 1,00,000-നോ ആണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, 1,00,000 രൂപ നിങ്ങൾ മുടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം മാറ്റിത്തരാൻ പറ്റും എന്ന് ഏതെങ്കിലും ഡോക്ടർ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും? ഒരു ഡോക്ടറും പറയില്ല. നിങ്ങൾ ചെറിയ ആൻജിയോപ്ലാസ്റ്റിക് പോലും പോയാൽ പോലും ഡോക്ടർ നെക്സ്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ അവർ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നേ പറയും. ഇനി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യമാണ് ഗർഭാശയ സംബന്ധമായ വിഷയങ്ങൾ. ഇതൊക്കെ ഉണ്ടാക്കേണ്ട സാഹചര്യം എവിടെയുണ്ട് ഡിയർ ലീഡേഴ്സ്? ഞാൻ പറയുകയാണ്, ഇന്ന് കഴിവുള്ള ഡോക്ടേഴ്സ് ഇല്ലാഞ്ഞിട്ടില്ല, ടെക്നോളജി ഇല്ലാഞ്ഞിട്ടില്ല, ആശുപത്രി സൗകര്യങ്ങളില്ലാണ്ട് രോഗികളുടെ എണ്ണം ഇവിടെ കൂടി വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ശരിയായ ടാർഗറ്റ്, അതിനുള്ള ശരിയായ പദ്ധതികൾ ഇവിടെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ബലിയാടാവുന്നത് സാധാരണക്കാരാണ്. അവന്റെ ആരോഗ്യം, അവന്റെ പോക്കറ്റിലുള്ള പൈസയുമാണ് ഇവിടെയൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ബി അവെയർ, നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരാവുക, ഇതാണ് പ്രധാനമായി പറയാനുള്ളത്. അപ്പം പ്രോഗ്രാംസ് നിരന്തരം ഉപയോഗിക്കുക, ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കുക, പ്രോഗ്രാം നമ്മുടെ ആവശ്യമായി, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത് നമ്മളെ ആവശ്യമാണ്. നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ മാത്രമേ നമ്മൾ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. ഒരു ഉൽപ്പന്നം നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഒരു ദൈവം നമ്മൾ നന്നായിട്ട് ആ ഉൽപ്പന്നം ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിച്ച ഉൽപ്പന്നം മാത്രമേ നമുക്ക് ആധികാരികമായി വിശ്വാസത്തോടു കൂടി മറ്റൊരു വ്യക്തിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ
ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ 1,00,000-നോ 50,000-നോ പ്രൊഡക്റ്റ് എടുത്താൽ നമ്മൾ ഒരിക്കലും ഇതിനെ പേരിൽ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം നമുക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ പോലും നമുക്ക് ഏറ്റവും വാല്യബിൾ ആയ നമ്മുടെ ആരോഗ്യം ഇവിടെ സേഫ് ആണ്. അതിന് മാത്രം ബിസിനസ് തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആ ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കും. എന്നിട്ട് നിങ്ങൾ ഇവിടെ വലിയൊരു 1,00,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് മൊത്തം അത് ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റി റിസൾട്ട് ആക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ 1 കോടിയുടെ കച്ചവടം നിങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ബിലീഫ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് ഇതിനെ ഒരു ബിസിനസ് ആയിട്ട് കാണുക. അതിനുശേഷം വലിയൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാൻ നിങ്ങളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹെൽത്ത്, വെൽത്ത്, ഡ്രീംസ് ഇതൊക്കെ ഒരുമിച്ച് കിട്ടുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയേ ഉള്ളൂ. അതാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അതുകൊണ്ട് ചെറുതല്ല അവസരം, ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ്. അതെല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാനും ഏറ്റെടുത്ത് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. ഈ വിശ്വാസം നമ്മളിലേക്ക് വരാനാണ് ഞാൻ പ്രോഗ്രാം ഉപയോഗിക്കാൻ പറഞ്ഞത്. പ്രോഗ്രാം ഉപയോഗിച്ച് പ്രൊഡക്റ്റ് എടുത്ത്, കാരണം ഇതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിസിനസ്സിലേക്ക് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിലേക്കും കൂടിയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, നിലവിൽ ചെയ്താൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ബിസിനസ് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ചെയ്താൽ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ്സിലാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മടിയില്ലാതെ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് പഠിക്കാൻ തയ്യാറാവുക, ചെയ്തുകൊണ്ട് പഠിക്കുക, പഠിച്ചുകൊണ്ട് ചെയ്യുക. ഇതിന്റെ ഒരു രീതിയാണ്. കാരണം ഇവിടെ നമുക്ക് ഈ പഠനം എന്നത് ഇതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കൂടുതൽ കഴിവുള്ളവരായി, കൂടുതൽ പ്രാപ്തിയുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വിശ്വാസമുള്ളവരായിട്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ പുറത്ത് നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരം, ഈ ഒരു ഗൂഗിൾ മീറ്റിലേക്ക് എന്നെ ക്ഷണിച്ചത് നിങ്ങളുടെ ഗ്രേറ്റ് ലീഡർ, എനിക്കറിയാം ബെന്നി സാറിന്റെ ടീമിലാണ് ഞാൻ, അതായത് കാലിക്കറ്റ് എന്ന ആ ഒരു ഏറ്റവും എന്താ പറയാ പ്രൗഢമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന വലിയൊരു ലീഡറാണ് നമ്മുടെ ബെന്നി സാർ. അത് ഞാൻ കാലിക്കറ്റ് വന്ന കാണലുണ്ട്. കഥയിലൂടെയും വളരെ നർമ്മ പ്രധാനമായ വാക്കുകളിലൂടെയും അവിടെയുള്ള സദസ്സിനെ ചിന്തിപ്പിക്കുന്ന ഒരു ലീഡറാണ് ബെന്നി സാറ്. ആ ബെന്നി സാറിന്റെ ടീമിലുള്ള ലിജേഷ് സാറാണ് എന്നെ ഈ ഒരു മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. എന്തായാലും ലിജേഷ് സാറിനും ബെന്നി സാറിനും ഈ ഒരു സമയം എന്റെ ഹൃദയമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാറ്റിലും ഉപരി ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന നിങ്ങളെ എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ജയ് ഹിന്ദ്. ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. താങ്ക് യു.